നമ്മളിങ്ങനെ മരിച്ചിട്ടേ നമ്മുടെ വീട്ടിൽ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ മയ്യത്തിനെ ഒരു പുടവ അണിയിച്ചിട്ടുണ്ടാവും അല്ലേ? കഫൻ പുടവ, ഒരു 3 തുണിക്കഷ്ണം വെള്ള നിറത്തിലുള്ളത്. ഇന്ന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങൾക്ക് ഏകദേശം 1000ങ്ങളേക്കാൾ വിലയുണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കിയാൽ. എന്നാൽ അവസാനമായി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്രയാകുമ്പോൾ 1000ങ്ങൾ വേണ്ട കേട്ടോ, മീറ്ററിന് വളരെ കുറച്ച് വിലയുള്ള തുണി. ഇന്ന് നമ്മൾ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്താൽ അടുത്ത ഡ്രസ്സ് എടുക്കുമ്പോൾ അതേ മോഡൽ എടുക്കില്ല. ഫാഷൻ നോക്കും, ട്രെൻഡ് നോക്കും. നമ്മൾ അത് നോക്കിയിട്ടേ നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ ഇന്നും ട്രെൻഡ് മാറാത്ത, ഒരു ഫാഷന് മാറാത്ത ഒരു മോഡൽ ഉണ്ടെങ്കിൽ അത് മയ്യത്തിന്റെ കഫൻ പുടവയാണ്. ഇന്നും ആ കഫൻ പുടവക്ക് പോക്കറ്റുകളില്ല. ഒരു സാധനവും ഈ ദുനിയാവുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അവസാനത്തെയാളും നമ്മളെ കണ്ടു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. എവിടെയെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറയും ഉമ്മാനോട്, വീട്ടുകാരോട്, ഞാൻ ഇന്ന സമയത്ത് വരും ഉമ്മാന്ന്. പക്ഷെ ഇനി ആ വീട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ല. നമ്മളെ ആ വീട്ടിൽ നിന്നും കൊണ്ടുപോവാണ്. ആ വീട്ടിൽ നിന്നും കൊണ്ടുപോയി നമ്മുടെ പള്ളിയിലെ 1ാമത്തെ സൊഫിൽ ഇങ്ങനെ മയ്യത്ത് വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, നിങ്ങൾക്ക് ആ 1ാമത്തെ സൊഫ് പരിചയമുണ്ടോ? വെള്ളിയാഴ്ച ദിവസം പോലും ഒരു തിരിച്ചുവരവില്ല. നമ്മളെ ആ വീട്ടിൽ നിന്നും കൊണ്ടുപോവാണ്. ആ വീട്ടിൽ നിന്നും കൊണ്ടുപോയി നമ്മുടെ പള്ളിയിലെ 1ാമത്തെ സൊഫിൽ ഇങ്ങനെ മയ്യത്ത് വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, നിങ്ങൾക്ക് ആ 1ാമത്തെ സൊഫ് പരിചയമുണ്ടോ? വെള്ളിയാഴ്ച ദിവസം പോലും സ്കൂളുകളിൽ നിന്ന് പോലും നമ്മൾ 2ാമത്തെ ഖുതുബയുടെ അവസാനത്തിൽ എത്തിയാൽ മതി എന്ന് തീരുമാനിച്ച് മനഃപൂർവ്വം സമയം കളഞ്ഞ് അവസാനത്തിൽ കയറി വന്ന് ആദ്യം നമസ്കരിച്ച് ഇറങ്ങിപ്പോകുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാറുണ്ട്. ഇന്നേ വരെ നമ്മുടെ കാൽച്ചുവടുകൾ എത്താത്ത ആ 1ാമത്തെ സൊഫിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട്.